ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു ബീഫ് റെസിപ്പിയാണ്. BDF അഥവാ ബീഫ് ഡ്രൈ ഫ്രൈ. സൈഡ് ഡിഷൊക്കെ ആയിട്ട് സെർവ് ചെയ്യാൻ പറ്റിയ ഒരു അടിപൊളി ഐറ്റമാണിത്. ഇതിനു വേണ്ടി ഞാനിവിടെ 2 കിലോ ബീഫാണ് എടുത്തിട്ടുള്ളത്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് 1 കിലോ അനിൽക്ക് വേണ്ട അളവാണ് അറിയണമെന്നുണ്ടെങ്കിൽ താഴെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ 1 കിലോ അനിൽക്ക് വേണ്ട എല്ലാ ഇൻഗ്രീഡിയൻസും കറക്റ്റ് കൊടുക്കാം, അതൊന്ന് നോക്കാം. ഒരു 1 to 1.5 ഇഞ്ച് കനത്തിൽ ഈ ഒരു വലുപ്പത്തിലാവണം ഫ്രൈ ചെയ്യാനുള്ള ബീഫ് വാങ്ങിക്കേണ്ടത്. 2 കിലോ ബീഫ് ഉണ്ടെങ്കിൽ ഏകദേശം ഒരു 10 മുതൽ 12 പേർക്ക് നമുക്ക് സെർവ് ചെയ്യാം. ചിക്കൻ ചെയ്യുന്നത് പോലെ ഡയറക്റ്റായിട്ട് ഇത് ഫ്രൈ ചെയ്തെടുക്കാൻ കഴിയില്ല. അതിന് വേണ്ടിയിട്ട് ആദ്യം പ്രഷർ കുക്കറിലൊന്ന് അടിച്ചെടുക്കുക, അതിന് ശേഷം ഫ്രൈ ചെയ്യാം. ഇനി ഇത് നമുക്ക് പ്രഷർ കുക്ക് ചെയ്യാനായിട്ട് ആദ്യം നന്നായി ക്ലീൻ ചെയ്തെടുക്കുക. അതിനുശേഷം ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, അതുപോലെ ഒരു 1/2 മുതൽ 1 ടീസ്പൂൺ വരെ മഞ്ഞൾപ്പൊടി. ഇത് 2 കിലോ ഉണ്ടല്ലോ, അതുപോലെ തന്നെ 1 ടീസ്പൂൺ മുളക് പൊടി. ഇതെല്ലാം ചേർത്തതിന് ശേഷം ആവശ്യത്തിനുള്ള വെള്ളം കൂടെ ചേർത്ത് പ്രഷർ കുക്ക് ചെയ്യുക. 1/2 കപ്പ് വരെ വെള്ളം ചേർത്ത് കൊടുക്കുക. വെള്ളം കൂടി പോകരുത്, ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് കൊടുക്കുക. ഓരോരുത്തരുടെ കുക്കറിനനുസരിച്ചിട്ട് ചിലപ്പോൾ കുറച്ചധികം അടിക്കേണ്ടി വരും. ഇനി ഇതെല്ലാ ഭാഗവും ഒന്ന് നന്നായി മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഒരു 3/4 ഭാഗം വേവുന്നത് വരെ പ്രഷർ കുക്ക് ചെയ്യാം. ഇനി ഇത് ഫ്രൈ ചെയ്യുന്ന ടൈമിൽ ഇതിൻ്റെ ബാക്കി വേവും കൂടെ കറക്റ്റ് ആയിക്കോളും. സാധാരണ രീതിയിൽ ഒരു 4 അല്ലെങ്കിൽ 5 വിസിൽ വന്നാൽ സ്റ്റവ് ഓഫ് ചെയ്യുക. അത്യാവശ്യത്തിനുള്ള വേവായിട്ടുണ്ടാവും. ഇനി അത് നല്ല വേവുള്ള ബീഫാണെങ്കിൽ 2-3 അടി കൂടെ എന്തായാലും അടിക്കേണ്ടി വരും. ഇനി നമുക്കിത് മാരിനേറ്റ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള മസാല തയ്യാറാക്കാം. അതിനായി വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് 4 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കുക. അതുപോലെ ഒരു 1 ടീസ്പൂൺ വരെ മഞ്ഞൾപ്പൊടി ഓപ്ഷണലാണ്, ചേർത്തില്ലെങ്കിലും കുഴപ്പമില്ല. 4 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ചേർത്ത് കൊടുക്കുക. പെരുംജീരകം 1 ടീസ്പൂണ്, അതുപോലെ ഗരം മസാല 1 ടീസ്പൂൺ ചേർക്കാം. ഇനി ഇതിലേക്ക് ഒരു 6 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ ചേർത്ത് കൊടുക്കുക. ഇനി ഇത് ഭയങ്കര സോഫ്റ്റ് ആവാതെ കുറച്ചൊരു ക്രിസ്പി ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് 2 ടേബിൾ സ്പൂണ് അരിപ്പൊടി ചേർത്ത് കൊടുക്കുക. ഇനി ഈ ഒരു ടൈമിൽ തന്നെ കാണാൻ അത്യാവശ്യം ഭംഗിയായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് 2 ടേബിൾ സ്പൂൺ ചില്ലി ഫ്ലേക്സ്, അധികം എരിവില്ലാത്ത മുളക് ചതച്ചത് ചേർക്കാം. മീഡിയം സൈസ് വലുപ്പമുള്ള 2 ചെറുനാരങ്ങയുടെ ജ്യൂസാണ് ചേർത്തിട്ടുള്ളത്. ചെറുനാരങ്ങ ഇല്ലെങ്കിൽ അതിന് പകരം 2 ടീസ്പൂണ് വിനാഗിരി ചേർത്താലും മതി. ബീഫ് വേവിച്ചെടുത്തപ്പോൾ ഉണ്ടായിരുന്ന സ്റ്റോക്ക് ഉണ്ടല്ലോ, അതിലാണ് ഞാനിത് മിക്സ് ചെയ്യണത്. ഒരു 1/2 കപ്പോളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഒരു മസാലയിലേക്ക് പിടിക്കാനുള്ള ഉപ്പ് മാത്രം ചേർത്ത് കൊടുക്കുക. കാരണം ബീഫിലും ഉപ്പുണ്ടാവും, അതുപോലെ ഇതിലിപ്പോൾ ഈ ഒഴിച്ച സ്റ്റോക്ക് ഉണ്ടല്ലോ അതിലും ആവശ്യത്തിനുള്ള ഉപ്പുണ്ടാവും. നോക്കിയിട്ട് മാത്രം ഉപ്പ് ചേർത്ത് കൊടുക്കുക. ആദ്യം നന്നായി ഒന്ന് മിക്സ് ചെയ്ത് ആവശ്യമുണ്ടെങ്കിൽ മാത്രം വെള്ളം ചേർത്ത് കൊടുക്കുക. എപ്പോഴും വെള്ളത്തിന് പകരം ബീഫ് വെന്ത കറി ഉണ്ടല്ലോ അത് ചേർക്കുകയാണ് എപ്പോഴും നല്ലത്. ഞാൻ ഇപ്പോൾ ഇതിലേക്ക് കുറച്ചുകൂടെ ബീഫ് വെന്ത വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് നന്നായി ക്രീമാക്കി എടുത്ത ശേഷം ബീഫ് കട്ട് ചെയ്തത് ചേർത്ത് നന്നായി മസാലയൊക്കെ തേച്ച് പിടിപ്പിക്കുക. ബീഫ് ഒരു 80% വേവിച്ച ശേഷം മാത്രം കട്ട് ചെയ്തെടുക്കുക. ഇത് ഈ ഒരു രീതിയിലാണ് കട്ട് ചെയ്യേണ്ടത്. ഇത്രയും തിക്ക് വേണമെന്നില്ല, കനം വേണമെന്നില്ല. കാരണം ഇത് കുറച്ച് അധികമായിട്ട് വെന്തിട്ടുണ്ട്. അപ്പോൾ ഉടഞ്ഞു പോവാതിരിക്കാനാണ് ഞാൻ ഈ ഒരു കനത്തിൽ കുറച്ച് കട്ടി കൂട്ടിയിട്ടാണ് ഞാൻ കട്ട് ചെയ്യണത്. അഥവാ നിങ്ങൾ ഉണ്ടാക്കുമ്പോൾ ഇതുപോലെ ബീഫ് നന്നായി വെന്തിട്ടുണ്ടെങ്കിൽ എണ്ണയിലിടുമ്പോഴേക്കും ആകെ പൊടിഞ്ഞു പോവും. അതില്ലാതിരിക്കാനാണ് ഈ ഒരു രീതിയിൽ കട്ട് ചെയ്തത്. അല്ലെങ്കിൽ ബീഫ് ഫ്രൈ ചെയ്യുമ്പോൾ നല്ല കനം കുറച്ച് കട്ട് ചെയ്യാണ് എപ്പോഴും ടേസ്റ്റ് ഉണ്ടാവുക. ഇനി ഒരു മസാലയിലേക്ക് ബീഫ് ഇട്ടതിന് ശേഷം എല്ലാ ഭാഗത്തും മസാല നന്നായി കോട്ടാവുന്ന രീതിയിൽ മിക്സ് ചെയ്തെടുക്കുക. മിക്സ് ചെയ്യുമ്പോൾ ബീഫ് പൊടിഞ്ഞു പോവാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇതുപോലെ സാവധാനത്തിൽ ഇളക്കി കൊടുക്കുക.
മസാല ഈ ഒരു കളറാണെങ്കിൽ ബീഫ് ഫ്രൈ ആയി കഴിയുമ്പോൾ അത്യാവശ്യത്തിന് റെഡ് കളർ ഉണ്ടാവും. ഇനി ആ ഒരു റെഡ് കളർ പോരാന്നുണ്ടെങ്കിൽ ഈ ഒരു മസാല ഉണ്ടാക്കുന്ന ടൈമിൽ തന്നെ കുറച്ചുകൂടെ ഫുഡ് കളർ ചേർത്ത് കൊടുക്കുക. ഫുഡ് കളർ ചേർക്കണമെന്ന് യാതൊരു നിർബന്ധമില്ല. പക്ഷേ ഹോട്ടലിൽ കിട്ടുന്ന അതേ ഒരു സ്റ്റൈലിൽ കിട്ടാൻ വേണ്ടിയിട്ട് മാത്രമാണ് കളർ ചേർത്ത് കൊടുക്കുന്നത്. ഇതൊരു 1/4 ടീസ്പൂൺ ഫുഡ് കളർ കുറച്ച് വെള്ളത്തിൽ മിക്സ് ചെയ്തിട്ട് ചേർത്തിട്ടുണ്ട്. മസാല തയ്യാറാക്കുമ്പോൾ ചേർക്കുകയാണ് ഏറ്റവും നല്ലത്. പൊടികളെല്ലാം തയ്യാറാക്കുമ്പോൾ തന്നെ ഇതും കൂടെ ചേർക്കുകയാണെങ്കിൽ വേറൊരു വെള്ളത്തിൽ മിക്സ് ചെയ്തിട്ട് ചേർക്കേണ്ട കാര്യമൊന്നുമില്ല. ഇതിപ്പോൾ ഞാൻ കളർ തീരെ ഇല്ലല്ലോ എന്ന് നോക്കിയപ്പോഴാണ് കളർ ചേർക്കാത്തത് തന്നെ മനസ്സിലായത്. ഇനി ഈ ഒരു മസാലയൊക്കെ ബീഫിൽ നന്നായിട്ട് പിടിക്കാൻ വേണ്ടിയിട്ട് ഒരു അരമണിക്കൂറെങ്കിലും റെസ്റ്റ് ചെയ്യാൻ വെക്കുക. അതിനുശേഷം നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. ഒന്നുകിൽ വെളിച്ചെണ്ണയിൽ അല്ലെങ്കിൽ സൺഫ്ലവർ ഓയിലിൽ ഫ്രൈ ചെയ്തെടുക്കുക. നമ്മളിതുപോലെ എന്ത് ഫ്രൈ ചെയ്യുകയാണെങ്കിലും എണ്ണ നന്നായി ചൂടായതിനു ശേഷം ഒരു പീസ് എടുത്ത് ആദ്യം ഫ്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് അതിലെന്തെങ്കിലും ഉപ്പ് അതുപോലെ മുളക് പൊടി എന്തെങ്കിലും കുറവുണ്ടോ നോക്കി ഉണ്ടെങ്കിൽ അതും കൂടെ ചേർത്തതിന് ശേഷം ബാക്കിയുള്ളതും കൂടെ ഫ്രൈ ചെയ്തെടുക്കുക. ബീഫ് മുങ്ങിക്കെടുക്കാൻ ആവശ്യമായിട്ടുള്ള എണ്ണ ഉണ്ടെങ്കിൽ മാത്രമേ ഇത് കറക്റ്റായിട്ട് ഫ്രൈ ചെയ്ത് കിട്ടുള്ളൂ. നല്ല ചൂടുള്ള എണ്ണയിലേക്ക് ബീഫ് ഇട്ടതിന് ശേഷം ഒരു 2-3 മിനിറ്റെങ്കിലും ഇളക്കി കൊടുക്കാതിരിക്കുക. അഥവാ ഇളക്കി കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിലുള്ള മസാലയൊക്കെ ആ എണ്ണയിൽ തന്നെ പോവും. അതുപോലെ ഇതിലിടുമ്പോൾ ഒന്നിങ്ങനെ വെതറി കൊടുത്ത് സ്പ്രെഡ് ചെയ്തിട്ട് ഇടുകയാണെങ്കിലാണ് ഏറ്റവും നല്ലത്. അതാകുമ്പോൾ പിന്നെ അത്ര പെട്ടെന്ന് ഒട്ടിപ്പിടിച്ച് എല്ലാം കൂടെ മിക്സ് ആവില്ല. ഇതേ രീതിയിൽ തന്നെ ബാക്കിയെല്ലാം ഫ്രൈ ചെയ്തെടുക്കുക. അതുപോലെ ഫ്ലെയിം എപ്പോഴും ഒരു ലോ ടു മീഡിയം ഫ്ലെയിം ആയിരിക്കണം. നന്നായി തീ കൂടുതലായിട്ടുണ്ടെങ്കിൽ പുറം ഭാഗം പെട്ടെന്ന് കരിഞ്ഞു പോകും. അതുപോലെ ഫ്രൈ ചെയ്യാനുള്ള ബീഫ് എപ്പോഴും നല്ല കനം കുറച്ച് കട്ട് ചെയ്യുക. ഇതിപ്പോൾ അത്യാവശ്യം നന്നായി തന്നെ വെന്തുകൊണ്ടാണ് ഞാനിങ്ങനെ കുറച്ച് കനം കൂടുതലാക്കിയിട്ട് കട്ട് ചെയ്തത്. ഇനി ഇതിലേക്ക് ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ഗാർണിഷ് ചെയ്യാനുള്ള എല്ലാ ഐറ്റംസും ചേർത്ത് കൊടുക്കുക. വെളുത്തുള്ളി, ചെറിയുള്ളി, വേപ്പില, പച്ചമുളക് ഏതാണോ ഓരോരുത്തരുടെ കയ്യിലുള്ളത് അതിനനുസരിച്ചൊക്കെ ചേർത്ത് കൊടുക്കുക. അപ്പോൾ എല്ലാവരും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഫീഡ്ബാക്ക് എല്ലാം അറിയിക്കുക. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്